ക്രാഫ്റ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കത്ത് വീഡിയോസിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു ഇക്കത്ത് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൽ ലൈറ്റ് ചെറിയ ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. 2.5 നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ലൈറ്റ് ബ്ലൂ ബോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബോട്ടാണ്. നമ്മുടെ ബോട്ടം ലെങ്ത് 2 മീറ്റർ ആണ് വരുന്നത്. ഹാൻഡ് വിവൺ ചെയ്ത ദുപ്പട്ടയാണ് എല്ലാ മെറ്റീരിയലിലും പെയർ ചെയ്തിരിക്കുന്നത്. ഈ ദുപ്പട്ട ഡ്യുവൽ ഷെയ്ഡിലാണ്. രണ്ട് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഒരു ഇക്കത്ത് ബോർഡർ ഉണ്ട്. സെന്റർ പോർഷൻ പ്ലെയിൻ ആണ്. എൻഡ് പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു ഇക്കത്ത് ഫാബ്രിക് ആണിത്. ഇതിൽ യെല്ലോയുടെയും വൈറ്റിന്റെയും ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം ഡിസൈൻ തന്നെ നമുക്ക് വരുന്നുണ്ട്. നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല മാംഗോ യെല്ലോ ബോട്ടമാണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. മാംഗോ യെല്ലോയുടെയും റെഡിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ലൊരു ഇക്കത്ത് ബോർഡർ വന്നിട്ടുണ്ട്. ടോപ്പിന്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയുടെ എൻഡിൽ വന്നിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ എല്ലാ കാലത്തും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അങ്ങനെ ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു നല്ലൊരു ഇക്കത്ത് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ഇക്കത്ത് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഓഫ് വൈറ്റ് കളർ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. 2.2 മീറ്റർ ആണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും ഭംഗി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വരിക എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത്രത്തോളം ഭംഗിയുണ്ട് ഈ ദുപ്പട്ടയ്ക്ക്. നമ്മുടെ ആ ടോപ്പിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയുടെ എൻഡിൽ വരുന്നത്. നമ്മുടെ ബോർഡേഴ്സ് വന്നേക്കുന്നത് നല്ലൊരു ഇക്കത്ത് ഡിസൈൻ ആണ്. അതിലൊരു ബ്ലൂ ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഈ ദുപ്പട്ടയുടെ. നല്ല ഒരു കോമ്പിനേഷൻ ആണ്. നമുക്ക് ഇത് വൺ സൈഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ലുക്ക് തന്നെയായിരിക്കും ഈ മെറ്റീരിയലിന്. നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ഈ ഇക്കത്ത് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൽ യെല്ലോയുടെയും മാംഗോ യെല്ലോയുടെയും വൈറ്റിന്റെയും ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഒരു വേവ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാ ഇക്കത്ത് മെറ്റീരിയലിനെ പോലെ സെയിം ആ ക്വാളിറ്റി ഫാബ്രിക് തന്നെയാണ്. ഹാൻഡ് വീവൺ ആണ് നമ്മുടെ മെറ്റീരിയൽ. രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മാംഗോ യെല്ലോ ബോട്ടമാണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടവും ഹാൻഡ് വീവൺ തന്നെയാണ്. യെല്ലോ ഡാർക്ക് മെറൂൺ കോമ്പിനേഷനിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതിലും ഒരു ബോർഡർ വന്നിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു ആഷ് കളറുള്ള ഇക്കത്ത് മെറ്റീരിയൽ ആണിത്. ഇതിൽ മാംഗോ യെല്ലോയുടെയും വൈറ്റിന്റെയും ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് ഫാബ്രിക് ആണ്. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലുള്ള യെല്ലോ ബോട്ടം ആണ്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആഷിന്റെയും യെല്ലോയുടെയും. ഇക്കത്ത് ഫാബ്രിക്കിന്റെ എല്ലാം ദുപ്പട്ടാസ് നല്ല ലെങ്തി ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ഇക്കത്ത് മെറ്റീരിയലിനും പെയർ ചെയ്തിരിക്കുന്നത്. യെല്ലോയുടെയും ടോപ്പ് ഫാബ്രിക്കിന്റെയും സെയിം കോമ്പിനേഷൻ ആണ്. നല്ലൊരു ബോർഡർ വന്നിട്ടുണ്ട്. ആ ബോർഡർ ഒക്കെ എടുത്തെടുത്ത് പറയാനുള്ള കാരണം അതൊക്കെ ഒരു നല്ല ഭംഗിയാണ്. ആ ഒരു പ്ലെയിൻ ഷെയ്ഡിനകത്ത് ആ ഒരു ബോർഡർ വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ്. പിന്നെ എല്ലാ ഇക്കത്ത് ദുപ്പട്ടാസും നമുക്ക് പെയർ ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. വിത്തൗട്ട് സേഫ്റ്റി പിൻ നമുക്ക് ഇതിനെല്ലാം ഇട്ടുകൊണ്ട് പോകാം പറ്റും. എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ രണ്ട് സൈഡ് ദുപ്പട്ട പ്രിഫർ ചെയ്യുന്നവർക്കും ഇത് യൂസ് ചെയ്യാം. വൺ സൈഡ് ആണെങ്കിൽ ഒരു ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. ഒരു സ്റ്റൈലിഷ് ലുക്ക് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ആഷിന്റെയും ഒരു യെല്ലോയുടെയും കോമ്പിനേഷനാണ് ഈ മെറ്റീരിയൽ. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇക്കത്ത് മെറ്റീരിയൽ ആണിത്. ഇത് നോക്കുമ്പോൾ നമുക്കൊരു ബ്രൗണിന്റെ ഫീലാണോ ഒരു ബ്ലാക്കിന്റെ ഫീലാണോ കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇതിൽ ബ്രൗൺ ത്രെഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ത്രെഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലും ആ ഒരു വേവ് ടൈപ്പ് ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഓറഞ്ച് കളറിന്റെയും വൈറ്റിന്റെയും ഡിസൈൻ ആണ് ഓൾ ഓവർ വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ അല്ലാതെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓഫ് വൈറ്റ് കളർ ബോട്ടം ആണ്. കോട്ടൺ ആണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്.
ഈ ദുപ്പട്ട എങ്ങനെയുണ്ട്? ഈ ദുപ്പട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് ഞാൻ പറയട്ടെ. ഈ ഒരു ബോർഡർ ആണ്, നല്ല ഭംഗിയുള്ള ഇക്കത്ത് ബോർഡർ ആണ് ഈ മെറ്റീരിയലിന് കൊടുത്തിരിക്കുന്നത്. നോർമലി എല്ലാ മെറ്റീരിയലിനെ പോലെ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും സെയിം ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ഒരു ബോർഡർ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ്, ഒരു റെയർ കളർ മെറ്റീരിയലുമാണ്. ഒരു ബ്രിക്ക് റെഡ് കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൽ യെല്ലോയുടെയും വൈറ്റിന്റെയും ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ഒരു ഡിസൈനാണ്. ഇതുവരെ കാണിച്ചതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓഫ് വൈറ്റ് കളർ ബോട്ടമാണ്. നല്ലൊരു വെറൈറ്റി ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ബാക്കി എല്ലാ ദുപ്പട്ടയ്ക്കും നമുക്ക് പ്ലെയിൻ ആണ് സെൻട്രൽ പോർഷനിൽ വന്നത്. ഈ ദുപ്പട്ടയ്ക്ക് ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പെയിന്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തതല്ല, ഇതെല്ലാം വീവ് ചെയ്തുണ്ടാക്കിയതാണ് ഈ ഡിസൈൻസ് ഒക്കെ. നല്ലൊരു ബോർഡർ ആണ് ഈ ദുപ്പട്ടയ്ക്കും കൊടുത്തിരിക്കുന്നത്. എൻഡ് പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ആ ഒരു നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ദുപ്പട്ട. ലീഫ് ഗ്രീൻ കളറിലാണ് നമ്മുടെ ഈ ഇക്കത്ത് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. യെല്ലോയുടെയും വൈറ്റിന്റെയും ഒരു ഷെയ്ഡിൽ ആണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് പോകുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോൺട്രാസ്റ്റ് കോമ്പിനേഷനുള്ള ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. മാംഗോ യെല്ലോ കളറാണ് ബോട്ടം. മാംഗോ യെല്ലോയുടെയും ഗ്രീനിന്റെയും ലീഫ് ഗ്രീനിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബോർഡർ ആണ് ഈ ദുപ്പട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിലും യെല്ലോയുടെയും ക്രീമിന്റെയും ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഒരു കോമ്പിനേഷൻ ഉള്ള മെറ്റീരിയലാണ്. റെഡ് കളറില് വൈറ്റ് ഇക്കത്ത് ഡിസൈൻ വന്നിട്ടുള്ള ഫാബ്രിക് ആണിത്. നല്ല ലെങ്തും വിട്ടും വരുന്ന ഫാബ്രിക് ആണ് ഈ ഇക്കത്തിനും വന്നിരിക്കുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ ബോട്ടമാണ്. ഇക്കത്ത് മെറ്റീരിയൽസിന്റെ ദുപ്പട്ടയെ കുറിച്ച് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം അത്രയ്ക്ക് മനോഹരമായതുകൊണ്ടാണ്. നിങ്ങൾക്കത് ഡയറക്റ്റ് കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഓഫ് വൈറ്റിന്റെയും റെഡിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ദുപ്പട്ടയും വന്നിരിക്കുന്നത്. നല്ലൊരു ബോർഡർ ആണ് ഈ ഇക്കത്ത് മെറ്റീരിയലിനും വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽ വളരെ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ്. ഇതിന് കൊടുത്തേക്കുന്ന കോമ്പിനേഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് ബ്ലാക്ക് കളറിൽ വൈറ്റ് ഇക്കത്ത് ഡിസൈൻ വന്നിട്ടുള്ള ടോപ്പ് ഫാബ്രിക് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് കണ്ടോ, നല്ല ലൈറ്റ് ബ്ലൂ കളറുള്ള ബോട്ടമാണ്. എങ്ങനെയുണ്ട്? നല്ല കോൺട്രാസ്റ്റ് ആയിട്ടില്ലേ? സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും. ദുപ്പട്ട വന്നപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു കോമ്പിനേഷന്റെ ഭംഗി ഏറ്റവും കൂടുതൽ ഈ ദുപ്പട്ടയും കൂടെ വന്നപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ദുപ്പട്ട ലൈറ്റ് ബ്ലൂവിന്റെയും ആ ബ്ലാക്കിന്റെയും കോമ്പിനേഷനിലാണ്. മറ്റു ദുപ്പട്ടകളെ പോലെയല്ല, ഈ ദുപ്പട്ടയുടെ ഈ ഒരു എന്താ പറയാ ബ്ലൂ പോർഷനിൽ ഇക്കത്ത് ഡിസൈൻ വരുന്നുണ്ട്. മൈന്യൂട്ട് ആയിട്ടുള്ള ഇക്കത്ത് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വീവ് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. ആ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തു വരണമെങ്കിൽ നല്ല ശ്രമകരമായ പണിയാണ്. ഇതിനും നല്ല ഒരു ബോർഡർ വന്നിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന്റെ എൻഡ് പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് സൈഡിൽ ദുപ്പട്ട ഇടുന്നവർക്ക് അതിന്റെ ആ ഒരു വ്യൂ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ദുപ്പട്ട ഇടാം. നല്ല ഭംഗിയായിരിക്കും ആ ബ്ലാക്കിന്റെയും ബ്ലൂവിന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നത്. എല്ലാ മെറ്റീരിയൽസിന്റെയും ഒറിജിനൽ ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഹാബിറ്റ് മാക്സിമം ശ്രമിക്കുന്നത്. അങ്ങനെ ഒറിജിനൽ ഹാൻഡ് വീവൺ ഇക്കത്ത് മെറ്റീരിയൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫേസ്ബുക്ക് ഫോളോവേഴ്സ് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിന്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഫോളോ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടില്ലാത്തവർ ഫോളോ പ്രസ് ചെയ്യണം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലുള്ള ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.